നമ്മൾ നടക്കുക ഉത്സവം ചുനക്കര ആറാട്ടിന് പോവാണ്. കാണാൻ പോവുകയാണ്. ഞങ്ങളെല്ലാം റെഡിയായി. സീത ഒരുങ്ങി ഉറക്കമാണ്. ഞങ്ങളിപ്പോൾ അവളെ എടുത്തോണ്ട് പോവും. ഇപ്പോഴാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കളിക്കണ്ടം. ഇവിടെയാണ് ഓരോ കരയുടെ കാളകളെയും ഇങ്ങനെ കൊണ്ട് നിർത്തുന്നത്. നമ്മുടെ കരയുടെ ഓൾറെഡി ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു, തെക്കുമുറിക്കരയുടെ കാള. പിന്നെ ഇങ്ങനെ ലാസ്റ്റിലത്തെ 2-3 കൂടെ വരാറായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ കണ്ടതിൻ്റെ തന്നെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ സ്നാക്സ് കൊടുക്കുന്ന സംഭവങ്ങളും പിന്നെ ഐസ്ക്രീം വണ്ടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോയ്സ്, ബലൂൺസ് അങ്ങനെ വിൽക്കുന്നവരും കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിച്ചേരാനുള്ള ബാക്കി കാളകൾ കൂടെ ഇങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. എത്തിയിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് വേണം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി. തെക്കുമുറിക്കരയുടെ കാളയുടെ ആന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാളകളുടെയും കൂടെ ഈ ചെണ്ടവാദ്യവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദൈവങ്ങളുടെ രൂപങ്ങളിലൊക്കെ ഉള്ള സംഭവങ്ങളും ഈ ഗൊറില്ലയുടെ പടമൊക്കെ നേരത്തെ കണ്ടില്ലേ, അതുപോലൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് എല്ലാം വിശദമായിട്ട് പേരൊന്നും അറിയത്തില്ല. ഇവരും ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പൈസയൊക്കെ കൊണ്ട് കൊടുക്കും. ഇത് നടുവിലെമുറിയിലെ കാളയാണ്. സോ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 കാളകളുണ്ടായിരുന്നു. അവരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ജീവിതം വന്നിട്ട് ഓരോരുത്തരെയായിട്ട് കൂട്ടിക്കൊണ്ട് പോകും. ഇതാണ് നമ്മുടെ കരയിലെ കാള, തെക്കുമുറിക്കരയുടെ കാള. ഞങ്ങൾ അത്ര നേരം ഇതിൽ ബാക്കിലായിരുന്നു. പിന്നെ കാളകളെല്ലാം കൂടെ നന്നായിട്ട് കാണാൻ വേണ്ടി ഞാനും അമ്മയും കാശും കൂടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ അതിന് സൈഡിലായിട്ട് ഇവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ ഓരോ ദൈവങ്ങളുടെ രൂപത്തിൽ ഇങ്ങനെ ഓരോരുത്തർ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 പേരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ആദ്യം അടുത്ത് കാശ് നല്ല വഴക്കായിരിക്കും, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇച്ചിരി പേടിച്ച് കരയുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, അവൻ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് തന്നു. ഞങ്ങൾ നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അമ്മും കുഞ്ഞും കൂടെ അവിടെയായിരുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന വഴി വാങ്ങിച്ചതാണ് ഈ ബലൂൺ. അങ്ങനെ നമ്മുടെ 6 കരകളിലെയും കാള ഇത് കണ്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങി. ഒരു 6:45-7 മണിയൊക്കെ ആവാൻ നേരം ആയായിരുന്നു. പിന്നെ അമ്മു കാണാഞ്ഞുകൊണ്ട് അവളുമായിട്ട് ഒന്നുകൂടെ വന്നു. ഞാനും അമ്മും കാശിയും കൂടെ. അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരത്ത് ഇവിടെ ഈ കാളയൊക്കെ ഇറങ്ങുമ്പോഴേക്കും പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ടൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തെക്കുമുറിക്കരയുടെ കാളയുടെ അടുത്തോട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ ചെല്ലും മുന്നേ തന്നെ ജീവിതം വന്ന് ആദ്യം തന്നെ നമ്മുടെ കാള ഇറങ്ങിയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അമ്മയുടെയും കുഞ്ഞിൻ്റെ അടുത്തോട്ടങ്ങ് പോയി. അങ്ങനെ എല്ലാ കാളകളും നമ്മുടെ അമ്പലത്തിലേക്ക് പോയി. അപ്പോഴേക്കും അച്ഛൻ വന്നു. കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയില്ല. തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഉത്സവം കഴിഞ്ഞു. സോ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.